സെമി കട്ട് ചെയ്തിട്ട് ടയറെല്ലാം കാണിച്ചുകൊണ്ടുള്ള 34 ലിറ്ററിൻ്റെ ആണ് ഒരു സ്റ്റോറേജ് കപ്പാസിറ്റിയാണ് വരുന്നത്. IDC റേഞ്ച് വരുന്നത് 158 കിലോമീറ്റർ ആണ് കമ്പനി പറയുന്നത്. അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൈസിൽ ഇലക്ട്രിക് സ്കൂട്ടറുകൾ കിട്ടുന്ന കാലമാണ് അല്ലേ. അതും ഒരു പെട്രോൾ വണ്ടിയുടെ വിലയിലൊക്കെയാണ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ ഒരു വണ്ടി പരിചയപ്പെടുത്താനാണ് ഇന്ന് കൃഷ്ണമച്ചാൻസ് ഓട്ടോ വ്ലോഗ് ഇറങ്ങിയത്. സോ വെൽക്കം ടു കൃഷ്ണമച്ചാൻസ് ഓട്ടോ വ്ലോഗ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ തന്നെയാണ്. സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഫ്രണ്ട് സൈഡിൽ നിന്ന് തുടങ്ങാം. ഫ്രണ്ട് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതിൻ്റെ ഡിസൈൻ ആസ്പെക്ട്സ് തന്നെയാണ്. വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടും വളരെ ഫങ്കി ആയിട്ടുമാണ് അതിൻ്റെ ഡിസൈൻസ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ജെൻസി കുട്ടികൾക്കും അല്ലാതെ ഉള്ള യങ്സ്റ്റേഴ്സിനും ഒക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. ഒരു 3 ടോണിലാണ് വന്നിരിക്കുന്നത്. കണ്ടാൽ അറിയാം ഡിസൈൻസ് വന്നിട്ടുണ്ട്. ഒരു വൈറ്റ് കളർ, ഒരു ബ്ലാക്ക് കളർ, അതുപോലെ തന്നെ ഒരു ബ്ലൂ കളർ ഷെയ്ഡിലൊക്കെയാണ് വന്നിരിക്കുന്നത്. വിൻഷീൽഡ് ആണ് എനിക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത്. അതൊക്കെ ഇതിൻ്റെ ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്ന സംഭവമാണ്. ഓർബിറ്ററിന് വെർട്ടിക്കലായിട്ട് എഴുതിയിരിക്കുന്നു. TVSന്റെ ഒഫീഷ്യൽ ആ ഒരു ലോഗോ വന്നിരിക്കുന്നു. താഴെ ഒരു ഡിസൈൻ വൈസ് വന്നിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഒരു സ്റ്റാർ അട്രാക്ഷൻ തന്നെയാണ്. അതുപോലെ തന്നെ താഴേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു മഡ് ഗാർഡാണ് എന്നെ ഏറ്റവും അതിശയിപ്പിച്ചത്. അതിൻ്റെ ഡിസൈൻ വളരെ ഭംഗിയായിട്ടുണ്ട്. സെമി കട്ട് ചെയ്തിട്ട് ടയറെല്ലാം കാണിച്ചുകൊണ്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത്. വളരെ സ്റ്റൈലിഷ് ആയിട്ടുണ്ടെന്ന് തന്നെ പറയണം. പിന്നെ അതുപോലെ നമ്പർ പ്ലേറ്റ് വെക്കാനുള്ള ഓപ്ഷൻസ് എല്ലാം കാണുന്നുണ്ട്. ഹെഡ്ലൈറ്റ് കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. LED ഹെഡ്ലൈറ്റ്സ് ആണ് വരുന്നത്. സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈഡ് പ്രൊഫൈലും വളരെ നീറ്റാണ്. ഒരു ബോക്സി ടൈപ്പ് ഓഫ് ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത്. കുറച്ചുകൂടി എന്താ പറയുക, ഒരു സിമ്പിൾ ആൻഡ് ഹമ്പിൾ ഒരു സംഭവം തന്നെയാണ്. മാത്രമല്ല ഇതിൻ്റെ സൈഡ് ടോണൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൾട്ടി ഷെയ്ഡിൽ വരുന്നു. ലെഗ് റൂമിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ലെഗ് റൂം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഈ ഹെൽമെറ്റ് ഞാൻ അതിന് വേണ്ടിയിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ഫുഡ് സ്റ്റെപ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പുറ സൈഡിലാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഫുഡ് റെസ്റ്റും ഒക്കെ വെക്കാൻ പറ്റുന്നതാണ്. പിന്നെ മാത്രമല്ല വണ്ടിയുടെ ഒരു ഡിസൈൻ ആസ്പെക്ട്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സീറ്റ്സാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. റൈഡർ ആയിട്ടുള്ള സീറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ലെങ്ത് ആയിട്ടുള്ള സീറ്റ്, ഗ്രിപ്പിംഗ് വരുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് ഫാമിലിയിലുള്ള ഏതൊരു പ്രായക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് സീറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങൾ കാണുന്നുണ്ട്. പിന്നെ മാത്രമല്ല ഇതിൻ്റെ ഒരു ബാക്ക് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഗ്രാബ് റെയിൽ കാണാം. പക്ഷേ ഇതിൻ്റെ പുറയിൽ ഒരു സപ്പോർട്ട് കൂടെ ഉണ്ടായിരുന്നു, നന്നായും തോന്നിയിട്ടുണ്ട്. അത് കുറവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ സൈഡിൽ ഓർബിറ്റർ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഡിസൈൻ വൈസൊക്കെ നല്ലൊരു സ്റ്റൈൽ ഡിസൈനാണ്. പിന്നെ അതിൻ്റെ സീറ്റ് ഹൈറ്റ് നോക്കുകയാണ് 763 mm സീറ്റ് ഹൈറ്റ് മാത്രമേ വരുന്നുള്ളൂ. അത് മറ്റ് ഇലക്ട്രിക് സ്കൂട്ടറിനേക്കാളും കുറവായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ ഒരു പൊക്കത്തിനനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയും കൂടെ തന്നെ. 845 mm ഒരു സീറ്റ് ലെങ്ത് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇരിക്കാനുള്ള ഒരു കംഫർട്ടും കൂടെ ഇതിനകത്ത് കിട്ടുന്നതാണ്. ഇതാണ് വണ്ടിയുടെ സ്റ്റോറേജ് വരുന്നത്. നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്നതാണ്. ഒത്തിരി ഡെപ്ത് കാര്യങ്ങളൊന്നും വരുന്നില്ല. എന്നാൽ പോലും നമുക്ക് ഒരു ഹെൽമെറ്റും നമ്മുടെ ഒരു ബാഗൊക്കെ വെക്കാൻ പറ്റുന്നതാണ്. 34 ലിറ്ററിൻ്റെ ആണ് ഒരു സ്റ്റോറേജ് കപ്പാസിറ്റിയാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്റ്റോറേജ് കപ്പാസിറ്റി വരുന്നുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഈ വണ്ടിയുടെ ഒരു ഹാൻഡിൽ ആൻഡ് ക്ലസ്റ്ററാണ്. ഹാൻഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റേസ്ഡ് ഹാൻഡിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് എത്ര പൊക്കമുള്ളവർക്ക് വേണമെങ്കിലും ഇരുന്ന് ഓടിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഹാൻഡിൽ വരുന്നത്. TFT ക്ലസ്റ്ററാണ് വരുന്നത്. നല്ലൊരു ഡിജിറ്റൽ അല്ലെങ്കിൽ കളർഫുൾ ആയിട്ടാണ് വരുന്നത്. അതുപോലെ അത് മറ്റു വണ്ടികൾക്കൊക്കെയാണ് സാധാരണ വരുന്നതെങ്കിൽ ഈ ഒരു ബഡ്ജറ്റ് റേറ്റിൽ അതും ഇത്രയും നല്ലൊരു TFT ക്ലസ്റ്റർ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഹിൽ ഹോൾഡ്, റിവേഴ്സ് നമുക്ക് 3 km/h പോകാൻ പറ്റുന്നതാണ്. 10x10 നാവിഗേഷൻ, ക്രൂയിസ് കൺട്രോൾ ഫീച്ചറാണ് ഏറ്റവും വലിയ സ്റ്റാർ അട്രാക്ഷൻ എന്ന് പറയുന്നത്. നമുക്കൊരു ക്രൂയിസ് സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സ്പീഡിൽ അങ്ങ് പോകാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഒരു സൈഡ് മിറർ എന്ന് പറയുന്ന ഒരു ബോക്സി ടൈപ്പാണ് വന്നേക്കുന്നത്. കുറച്ചുകൂടി ക്വാളിറ്റി കുറച്ചുകൂടി ഒന്ന് അപ്പ് ചെയ്യായിരുന്നു. ഓക്കെ ആണ്. പിന്നെ അതുപോലെ തന്നെ ഹാൻഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരുന്നത്. മോട്ടറിൻ്റെ ആ ഒരു സ്റ്റാർട്ട് സ്റ്റോപ്പ് സംഭവമാണ് വരുന്നത്. പിന്നെ റിവേഴ്സിൻ്റെ ബട്ടൺ കാണാം, മോഡിൻ്റെ ബട്ടൺ കാണാം. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ പാസ് സ്വിച്ച് സംഭവങ്ങളൊക്കെ കാണാം. പിന്നെ അതുപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഡിമ്മും ബ്രൈറ്റ് കാണാം. പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള ക്രൂയിസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസ് കാണാം. പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ തന്നെ സൈഡിൽ തന്നെയാണ് വരുന്നത്, ലെഫ്റ്റ് റൈറ്റ്. പിന്നെ നല്ലൊരു ഹോണ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ സ്ക്രീനും നല്ല അടിപൊളിയാണ്. നല്ലൊരു ക്യൂട്ട് ഇത് തന്നെയാണ്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയോട് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്ത് ട്രിപ്പ് മീറ്റർ, ഓഡോമീറ്റർ, ടൈം അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് അവൈലബിൾ ആണ്. അതിൻ്റെ കൂട്ടത്തിൽ ഈ വിൻഷീൽഡ് കൂടെ വരുമ്പോൾ അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടിയുടെ ടയർ തന്നെയാണ്. നമ്മൾ ടയർ പ്രൊഫൈലിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 14 ഇഞ്ചിൻ്റെ ടയറാണ് വരുന്നത്. കുറച്ചുകൂടി മറ്റ് ഇലക്ട്രിക് വണ്ടിയിൽ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വലിയ ടയറാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ബമ്പ് ചാടാനും അല്ലെങ്കിൽ ഒരു കുഴി ബീറ്റ് ചെയ്യാനും ഒക്കെ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഇതിൻ്റെ ആ ടയറിൻ്റെ വലിപ്പം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സാധിക്കുന്നതാണ്. മാത്രമല്ല നമുക്കിതിൻ്റെ ആ ഒരു അലോയ് വീലും നല്ല സ്റ്റൈലിഷ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബാക്ക് ടയറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ 14 ആണെന്നുണ്ടെങ്കിൽ ബാക്കിൽ വരുന്നത് 12-നാണ്, 90/12 ആണ് വരുന്നത്. അപ്പം നോർമൽ ആ ഒരു ഇലക്ട്രിക് വണ്ടികളിലൊക്കെ വരുന്ന പോലെ തന്നെ ആ ഒരു ടയർ സൈസ് തന്നെയാണ് വരുന്നത്.
അതുകൊണ്ട് തന്നെ നമുക്ക് നോർമൽ ആ ഒരു കംഫർട്ടും എല്ലാം ഈ ടയറിൽ നിന്ന് കിട്ടുന്നത്. ഫ്രണ്ട് സസ്പെൻഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് വണ്ടിയുടെ വരുന്നത്. അത് നല്ല ഒരു കംഫർട്ടബിൾ സസ്പെൻഷൻ തന്നെയാണ്. റിയർ സസ്പെൻഷനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്യുവൽ ഷോക്ക് സസ്പെൻഷനാണ് വരുന്നത്. അത്യാവശ്യം കംഫർട്ടബിൾ തന്നെയാണ്. ബാക്കിലെ ടെയിൽ ലൈറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ലൈറ്റ്സ് ആയിട്ടാണ് വരുന്നത്. നമുക്ക് ഇവിടെയും നമുക്കൊരു നല്ല ലൈറ്റിങ് കാര്യങ്ങൾ കാണാം. അത് നമ്പർ പ്ലേറ്റിലേക്കുള്ളതാണ്. അതും ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുണ്ട്. റിഫ്ലക്റ്റേഴ്സ് അവൈലബിൾ ആണ്. ലൈറ്റ്സിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്റ്റൈലും ഫ്യൂച്ചറിസ്റ്റിക്കും ആയിട്ടാണ് വരുന്നത്. ബ്രേക്കിംഗ് വരുന്നത് ഡ്രം ബ്രേക്കാണ് വരുന്നത്. നോർമലി എല്ലാത്തിനും ഡ്രം ബ്രേക്ക് തന്നെയാണ്. ഒരു കോമ്പിനേഷൻ ബ്രേക്കിംഗ് സിസ്റ്റത്തിലാണ് ഈ വണ്ടിയുടെ ഒരു ബ്രേക്ക് സെറ്റപ്പ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ബ്രേക്കിംഗ് തന്നെയാണ് വരുന്നത്. സ്റ്റെബിലിറ്റിയെക്കുറിച്ച് പറയുകയാണെന്നുള്ളത് നല്ലൊരു നൈസ് സ്റ്റെബിലിറ്റി തന്നെയാണ്. വണ്ടി നമുക്ക് ഓടിക്കാൻ കുറച്ചുകൂടെ ഒരു കംഫർട്ട് തോന്നുക ശരിക്കും പറഞ്ഞാൽ ഈ ഓർബിറ്റർ തന്നെയാണെന്ന് ഞാൻ പറയണത്. കാരണം ഞാനത് ലിറ്ററലി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ കാര്യത്തിൽ ഒരു അടിപൊളിയും കൂടെയാണ്. പിന്നെ പോസിറ്റീവ്സിനെ കുറിച്ച് ഇനി നമുക്ക് ഫൈനൽ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ല ഒരു പൊക്കമുള്ള ആൾക്ക് പ്രിഫർ ചെയ്യുന്നൊരു വണ്ടിയും കൂടെയാണ്. ഇതിന് ഫാമിലിക്കാർക്ക് പ്രിഫർ ചെയ്യുന്ന സംഭവമാണ്. സീറ്റ് ഹൈറ്റ് കുറവായതുകൊണ്ട് തന്നെ ലേഡീസിനും അതുപോലെ തന്നെ നിങ്ങൾ ഒരു ഷോർട്ട് റൈഡറാണ് അല്ലെ പൊക്കമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഒരു വണ്ടിയും കൂടിയാണ്. അതുപോലെ തന്നെ ടോൾ ആയിട്ടുള്ള ഒരു അല്ലെ റേസ്ഡ് ഹാൻഡിൽ ആയതുകൊണ്ട് തന്നെ തൊട തട്ടാതിരിക്കുന്നു. അപ്പോൾ അത് വലിയൊരു പോസിറ്റീവ് തന്നെയാണ്. ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് നല്ല ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ നല്ല റേഞ്ച് കൂടിയ വണ്ടിയും കൂടെയാണ്. അതൊരു ഭയങ്കര ഒരു സംഭവം കൂടെയാണ്. TVS ഹാൻഡ്സ് ഓഫ് തന്നെയാണ് ബെറ്റർ ഓപ്ഷനാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. അപ്പം പ്രായമുള്ളവർക്ക് വേണമെങ്കിൽ ഗിഫ്റ്റ് വരെ മേടിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയും കൂടെയാണ്. നിങ്ങൾക്ക് റേഞ്ച് കൂടുതൽ മതി, അത്യാവശ്യം പവർ ഒത്തിരി വേണ്ടെന്ന് പറഞ്ഞാൽ പോലും ഒരു പെപ്പിയ അല്ലെന്ന് മാത്രമേ ടോർക്കിഷ് അല്ലാന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ വണ്ടിക്ക് 68 km/h വരെ സ്പീഡ് കിട്ടുന്നുള്ളതാണ്. പിന്നെ ഒരു ഡിസൈൻ ആസ്പെക്ട്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്റ്റൈലിഷ് ഡിസൈനാണ്. മാത്രമല്ല 14 ഇഞ്ച് ടയർ ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഫീലും കൂടെ വണ്ടി കിട്ടുന്നതാണ്. മറ്റ് ഇലക്ട്രിക് വണ്ടികളിലൊക്കെ 12 ഇഞ്ചാണ് വരുന്നത്. കമ്പാരിസൺ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് തന്നെയാണ്. ഉറപ്പായിട്ടും അതും കൂടെ കാണുക. മലയാളികൾക്ക് അറിയേണ്ട ഈ വണ്ടിയുടെ എന്തൊക്കെയാണ് പോരായ്മ എന്നുള്ളതാണ്. ഒരു നെഗറ്റീവായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബഡ്ജറ്റ് റേറ്റിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡിസ്ക് ബ്രേക്കും കൂടെ ഒന്ന് ആഡ് ചെയ്യുമായിരുന്നു. നമുക്ക് സ്പീഡ് 68 ഇതൊക്കെ പറയുമ്പോൾ ഈ പറയുന്ന പെർഫോമൻസിൻ്റെ കാര്യത്തിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് പെർഫോമൻസ് ഒരു പക്ക പെർഫോമൻസ് നമുക്ക് ചിലപ്പം തോന്നിയില്ല എന്ന് വരും. ഈ വണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ തോന്നുന്ന കാര്യങ്ങൾ ഉറപ്പായിട്ടും നമ്മുടെ കമൻറ്റ് ചെയ്യുക. സോ ബാറ്ററി കപ്പാസിറ്റിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 3.1 kWh ബാറ്ററി കപ്പാസിറ്റിയാണ്. ലിഥിയം അയോൺ ബാറ്ററിയാണ് വരുന്നത്. വാറണ്ടി വരുന്നത് 3 years അല്ലെങ്കിൽ 50,000 ആണ്. IDC റേഞ്ച് വരുന്നത് 158 km ആണ് കമ്പനി പറയുന്നത്. അതുപോലെ 115 to 110 വരെ റിയൽ റേഞ്ച് മസ്റ്റായിട്ടും കിട്ടുന്നതാണ്. പിന്നെ അതുപോലെ മോട്ടറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 2.5 kWh ഒരു മോട്ടർ തന്നെയാണ് വരുന്നത്. പിന്നെ റൈഡിംഗ് മോഡ്സ് ആയിട്ട് സിറ്റി എക്കോ മോഡലാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ മാക്സിമം സ്പീഡ് 68 km/h പറയുന്നത്. ഇലക്ട്രിക് വണ്ടികളിലൊക്കെ നോർമൽ ആ ഒരു കിലോമീറ്റർ തന്നെയാണ് എപ്പോഴും വരുന്നത്. പിന്നെ ഒരു പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹബ് മോട്ടറിനെ സംബന്ധിച്ച് ഒരു പീക്ക് പെർഫോമൻസ് വരില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി കുറച്ചുകൂടി ആ ഒരു പെർഫോമൻസ് കുറച്ചുകൂടെ റേഞ്ച് കൂടുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ലീനിയർ പെർഫോമൻസ് തരും. മാത്രമല്ല മെയിൻ്റനൻസ് കുറവായിരിക്കും എന്നുള്ള ഒരു സംഭവമാണ്. പിന്നെ സിറ്റിയിൽ നമുക്ക് ഡേ ടു ഡേ ഇതിലൊക്കെ നമുക്ക് ഏറ്റവും നല്ലപോലെ പോകാനും അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ഒരു കിഡിനെ ഇരുത്തി അല്ലെങ്കിൽ വലിയവരെയൊക്കെ ഇരുത്തി നമുക്ക് അല്ലെങ്കിൽ ഒരു അമ്മമാരൊക്കെയാണ് വൺ സൈഡാക്കി ഇരുത്തി പോകാൻ പറ്റുന്ന ഒരു വണ്ടിയും കൂടെയാണ് നമ്മുടെ ഏറ്റവും പുതിയ TVSൻ്റെ ഓർബിറ്റർ എന്ന് പറയുന്നത്. പല ആൾക്കാരും ആ വണ്ടിയെക്കുറിച്ച് അറിയാൻ മേലാതെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ. അപ്പം നിങ്ങൾക്ക് ഈ വണ്ടിയുടെ ഡിസൈൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. വണ്ടിയെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ബാക്കി റേഞ്ച് കാര്യം വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പെർഫോമൻസ് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. വണ്ടിയുടെ ചാർജിങ് ടൈം എന്ന് പറയുന്നത് 4 മണിക്കൂർ 10 മിനിറ്റ് ഒക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ നൈറ്റിൽ നിങ്ങൾക്ക് കുത്തിയിടാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ രാവിലെ ടൈമിൽ കുത്തിയിടുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇലക്ട്രിസിറ്റി ചാർജ് സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നമ്മുടെ വീഡിയോ എടുത്തപ്പോൾ അല്പം ലേറ്റ് ആയി പോയി, സോറി ഫോർ ദാറ്റ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽ ആണ് നമ്മൾ ഇന്നിപ്പം കൃഷ്ണചാൻസ് ഓട്ടോയിലൂടെ വന്നത്. അപ്പോൾ ഉറപ്പായിട്ടും താഴെ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് ഒക്കെ തരിക. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ഫ്രം കൃഷ്ണചാൻസ്.